ഇറാന്റെ ശക്തമായ ആക്രമണം തുടരുകയാണ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഒമാൻ തീരത്ത് ഇറാന്റെ ആക്രമണം. കപ്പൽ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചു. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ കുവൈറ്റിൽ തകർന്നു വീണു. സൗദിയിലെ അരാംകോ റിഫൈനറിയിൽ ആക്രമണം. തീപിടുത്തമുണ്ടായത് ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ വീണ്. ഇസ്രായേൽ ആക്രമണത്തിൽ ലെബനനിൽ 31 മരണം. ഇറാനിൽ വീണ്ടും അതിശക്തമായ ആക്രമണം. ടെഹ്റാനിൽ സ്ഫോടന പരമ്പര. നതാൻസ് ആണവ നിലയം അമേരിക്ക ആക്രമിച്ചെന്ന് ഇറാൻ ഐക്യരാഷ്ട്രസഭ. തെളിവില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി. ഇറാനിൽ മരണം 555. സമാധാന ചർച്ചയ്ക്ക് തയ്യാറാകാതെ ഇറാൻ. ലക്ഷ്യം കാണും വരെ സൈനിക നടപടിയെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യക്കാരുടെ സുരക്ഷയിൽ അതീവ ആശങ്കയറിയിച്ച കേന്ദ്ര സർക്കാർ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് മോദി ആശങ്കയറിയിച്ചു. ഇന്ത്യക്കാരോടുള്ള കരുതലിൽ UAE നന്ദി അറിയിച്ചു പ്രധാനമന്ത്രി. അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഇന്നും റദ്ദാക്കി. ഗൾഫിൽ SSLC+2 പരീക്ഷകൾ മാറ്റി. പുതിയ തീയതികൾ പിന്നീട് പ്രഖ്യാപിക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ M സ്വരാജിന്റെയും ഉടുമ്പൻചോലയിൽ MM മണിയുടെയും പേരുകൾ വെട്ടി CPM. 3 ടേം വ്യവസ്ഥ കർശനമാക്കി CPI. 6 സിറ്റിംഗ് MLA-മാർക്ക് ഇത്തവണ സീറ്റില്ല. ഇടതുമുന്നണിയിൽ ഉഭയകക്ഷി ചർച്ചകൾ തുടരുന്നു. 13 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച് കേരള കോൺഗ്രസ്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൽ നിലപാട് മാറ്റി ദേവസ്വം ബോർഡ്. ശബരിമലയിൽ ആചാരം സംരക്ഷിക്കുമെന്ന് ദേവസ്വം ബോർഡ്. 2019 സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ തിരുത്തും. അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകളും രേഖകളും ഹാജരാക്കാത്തതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി ഹൈക്കോടതി. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ മകം തൊഴൽ. രാത്രി 9:30 വരെ ഭക്തർക്ക് ദർശനം. ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ആറ്റുകാൽ പൊങ്കാല നാളെ. ഗൾഫ് മേഖലയിൽ ഇറാൻ ആക്രമണം തുടരുകയാണ്. ഒമാൻ തീരത്ത് കപ്പൽ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചിരിക്കുന്നു. വിവരങ്ങളുമായി മിഡിൽ ഈസ്റ്റിൽ നിന്നും ശ്രീരാജ് കൈമൾ ചേരുന്നു. ശ്രീരാജ്, അതീവ ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഒമാൻ തീരത്ത് കപ്പൽ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഒപ്പം ആക്രമണം തുടർന്നാൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകും എന്നാണ് GCC കൗൺസിലും പറയുന്നത്. ഇന്ത്യൻ എംബസിയുടെ ഒക്കെ ഒരു നിരീക്ഷണം അവിടെ ശക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ശ്രീരാജ്? അശ്വതി പറഞ്ഞതുപോലെ തന്നെ ഒരു ദുഃഖകരമായ വാർത്ത തന്നെയാണത്. ഒമാൻ തീരത്ത് നിന്ന് 52 നോട്ടിക്കൽ മൈൽ ദൂരെ ആണ് ഈ സംഭവം നടന്നത്. MKD വ്യോം എന്ന ഓയിൽ ടാങ്കറാണ് ആക്രമിക്കപ്പെട്ടത്. ഒരു ഡ്രോൺ ബോട്ട് ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. 16 ഇന്ത്യക്കാരുൾപ്പെടെ 21 ജീവനക്കാരുണ്ടായിരുന്നു. ഒരു ഇന്ത്യക്കാരൻ മരിച്ചു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്ന വിവരങ്ങളല്ല എന്നുള്ളതുകൊണ്ടാണ് അതിപ്പോൾ പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ആക്രമിക്കപ്പെട്ട MV സ്കൈലൈറ്റുമായും സമാനമായ രീതിയിലൊരു പുതിയ അപ്ഡേറ്റ് ഉണ്ട്. അതിൽ നിന്ന് കാണാതായ ക്രൂ മെമ്പേഴ്സിന് വേണ്ടി തിരച്ചിൽ നടത്തുന്നു എന്നൊരു എക്സ് ട്വീറ്റ് ഒമാനിലെ ഇന്ത്യൻ എംബസി അല്പം മുമ്പ് കുറിച്ച് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഇന്നലെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് ജീവനക്കാരെ കാണാതായി, ക്രൂ മെമ്പേഴ്സിനെ കാണാതായി എന്നുള്ള ഒരു വിവരം ആണ് അതിൽ നിന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഇന്ന് മറ്റ് സാഹചര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ കുവൈറ്റിലെ ഒരു 3 US-ന്റെ F-15 ഫൈറ്റർ ജെറ്റുകൾ വീണതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉണ്ടായിരുന്നു. അതിലിപ്പോൾ പറയുന്നത് ഫ്രണ്ട്ലി ഫയറിംഗിന്റെ ഭാഗമായി വീണത് എന്ന രീതിയിലാണ് ഇപ്പോൾ വരുന്നത്. അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നു എന്നും കുവൈറ്റ് എയർ ഡിഫൻസ് അബദ്ധത്തിൽ വെടിവെച്ചിട്ടതാണെന്ന് US സെൻട്രൽ കമാൻഡിനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റി, ഖത്തറിൽ നിന്നുള്ളൊരു അപ്ഡേറ്റ് ആണ്. റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിലും മൊസൈദ് ഇൻഡസ്ട്രിയൽ സിറ്റിയിലും നടന്ന സൈനിക ആക്രമണത്തെ തുടർന്ന് ഖത്തർ എനർജി LNGയുടെ ഉൽപാദനവും അനുബന്ധ ഉൽപാദന പ്രവർത്തനങ്ങളും നിർത്തിവെച്ചു എന്ന് ഖത്തർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ വന്ന ഒരു അപ്ഡേറ്റ് ആണ്.
മറ്റൊന്ന് പ്രധാനമായിട്ടും ഇപ്പൊ ഈ വിമാന സർവീസുകളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് വരുന്നത്. നേരത്തെ ടിക്കറ്റ് എടുത്ത് യാത്ര മുടങ്ങിയ ആളുകളെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം, ഇത്തിഹാദ് എയർലൈനിന്റെ വിമാനം അബുദാബിയിൽ നിന്ന് ഇന്ത്യയിലെ ചില നഗരങ്ങളിലേക്ക് പുറപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഫ്ലൈറ്റ് റഡാർ ആണ് അത് സംബന്ധിച്ചുള്ള സൂചനകൾ നൽകുന്നത്. സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ അതിനെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ നിലവിൽ നൽകാനായിട്ടില്ല. ഫ്ലൈറ്റ് റഡാറിൽ നിന്നുള്ള വിവരങ്ങൾ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പലരും പങ്കുവെക്കുന്നുണ്ട്. അത്തരം ചിത്രങ്ങളൊക്കെ ഡൽഹിയിലേക്കും മുംബൈയിലേക്കും വിമാനങ്ങൾ പുറപ്പെട്ടു എന്നുള്ള രീതിയിലുള്ളത്. പക്ഷെ അത് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് അല്ലെന്നാണ് അറിയുന്നത്. നേരത്തെ ടിക്കറ്റ് എടുത്ത് യാത്ര മുടങ്ങിയവരെ കൊണ്ടുപോകുന്ന വിമാന സർവീസ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ച് മറ്റൊരു വിവരമുള്ളത്, ഈസ്മൈ ട്രിപ്പ് ഒമാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വിമാനങ്ങൾ ചാർട്ടർ ചെയ്യുന്നു, അതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന് ഈ ഈസ്മൈ ട്രിപ്പിന്റെ സ്ഥാപകൻ ഒരു എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിട്ടുണ്ട്. യാത്രകളുമായി ബന്ധപ്പെട്ട അത്തരം അപ്ഡേറ്റുകളാണ് നിലവിൽ വരുന്നത്. യു എയിലേക്ക് വന്നാൽ യു എയിലെ അബുദാബിയിലെ ഐക്കാട്, മുസഫ എന്നിവിടങ്ങളിലെ ഒരു വെയർഹൌസിന് മേലും കൊമേഴ്സ്യൽ ഫെസിലിറ്റിക്ക് മേലും ഇന്റർസെപ്റ്റ് ചെയ്ത ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണുവെന്ന് അധികൃതർ അറിയിച്ചു. കെട്ടിടത്തിന് ചെറിയ കേടുപാടുകളും പറ്റിയത് ഒഴിച്ചാൽ മറ്റ് അപകടങ്ങളൊന്നും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമാനമായ രീതിയിൽ റാസൽ ഖൈമയിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. റാസൽ ഖൈമയിലെ അൽഹംറ വില്ലേജിലും സമാനമായ രീതിയിലുള്ളൊരു അപകടമല്ല, ഇത്തരത്തിലുള്ളൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് എയർലൈനുകളെല്ലാം നിലവിലത്തെ സ്റ്റാറ്റസ് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അതായത് ഒരു ദിവസത്തേക്ക് കൂടി എയർലൈനുകളുടെ സർവീസുകൾ ഉണ്ടാകും. ശ്രീരാജ് സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കറിയാം, ബഹ്റിനിലാണ് ഏറ്റവും കനത്ത നാശം വിതച്ചിട്ടുള്ളത്. ഈ ഒരു ആക്രമണത്തിൽ ശക്തമായി തിരിച്ചടിക്കും എന്ന് തന്നെയാണ് GCC പറയുന്നത്. അതായത് തങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവകാശം ഉണ്ട് എന്നാണ് GCC പറഞ്ഞു വെക്കുന്നത്. അത് സംബന്ധിച്ചുള്ള GCC വിദേശകാര്യമന്ത്രിമാരുടെ ഒരു യോഗമായിരുന്നു നടന്നത് ഇന്നലെ. അത് ഓൺലൈനായി നടന്ന യോഗത്തിൽ അതിശക്തമായ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇറാന്റെ ഈ നടപടിക്ക് മേലെ GCC രാജ്യങ്ങൾ ഒന്നാകെ തന്നെ കൈക്കൊണ്ടിട്ടുള്ളത്. അതായത് ഇത് ഓരോ രാജ്യത്തിന്റെയും പരമാധികാരത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമാണെന്നും GCC അംഗരാജ്യങ്ങളുടെ മേലുള്ള ഈ ആക്രമണത്തെ GCC ഒന്നാകെ ചെറുക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അവിടെ നിന്ന് വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യമുള്ളത്, ഇന്ന് ഉള്ളത് UAE പ്രസിഡന്റുമായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചു എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഈ നിലവിലുള്ള സംഭവവികാസങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ ബഹ്റിനെ സംബന്ധിച്ച് ഇപ്പൊ അശ്വതി സൂചിപ്പിച്ച പോലെ ബഹ്റിനിലുള്ള അമേരിക്കക്കാർക്ക് US എംബസി ഒരു മുൻകരുതൽ നിർദ്ദേശം നൽകിയതായ ഒരു അപ്ഡേറ്റ് ഉണ്ട്. അത് തീവ്രവാദ സ്വഭാവമുള്ള ഗ്രൂപ്പുകളോ വ്യക്തികളോ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും മനാമയിലെ ഹോട്ടലുകൾ ഒഴിവാക്കണമെന്നുമാണ് ആ നിർദ്ദേശത്തിൽ പറയുന്നത്. പിന്നെയുള്ളത് സൗദി അറേബ്യയിലെ റാസ് തനൂറ റിഫൈനറിക്ക് നേരെ നടന്നൊരു ഡ്രോൺ ആക്രമണം ആണ്. അതും സൗദി മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അത് പ്രതിരോധിച്ചു എന്നാണ് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ദുബായിലെ ആമസോൺ വെബ് സർവീസ് ഡാറ്റാ സെന്ററിൽ ഈ ഞായറാഴ്ച രാത്രി ചില വസ്തുക്കൾ വന്നിടിച്ചതിനെ തുടർന്ന് തീപിടുത്തം ഉണ്ടായി എന്നുള്ളൊരു വിശദീകരണം ആ കമ്പനി നൽകുന്നുണ്ട്. അതിനെ തുടർന്ന് ചില UAE ഇന്റർനെറ്റ് സർവീസുകളിൽ ചെറിയ തടസ്സം നേരിട്ടുവെന്നും ചില ബാങ്കിംഗ് മൊബൈൽ ആപ്ലിക്കേഷനുകളുടെ സേവനത്തിൽ തടസ്സം നേരിടുന്നുവെന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ അത്തരം വിവരങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ദുബായിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഗ്ലോബൽ വില്ലേജും ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട്സും ഒക്കെ ഇന്നും സന്ദർശകർക്ക് പ്രവേശനമില്ല എന്ന സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി നിയന്ത്രണം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പൊതുവിൽ ഇതാണ് നിലവിൽ ഇവിടെ നിന്ന് നൽകാൻ സാധിക്കുന്ന ഒരു കാര്യം. ദുബായിയെ സംബന്ധിച്ചിടത്തോളം ദുബായിൽ രാവിലെ ചില എമർജൻസി വാർണിംഗ് മെസ്സേജുകളൊക്കെ ഫോണുകളിൽ എത്തിയിരുന്നു. തൊട്ടു പിന്നാലെ ചില വലിയ ശബ്ദങ്ങളൊക്കെ കേട്ടുവന്ന് ചില മലയാളികളൊക്കെ നമ്മളെ അറിയിക്കുന്നുണ്ട്. അതെല്ലാം ഈ വ്യോമ പ്രതിരോധ സംവിധാനം വളരെ കാര്യക്ഷമമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നതെന്നാണ് ഔദ്യോഗിക തലത്തിലുള്ള ഒരു വിശദീകരണം വരുന്നത്. പൊതുവെ ആശങ്ക തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിലും സാധാരണ രീതിയിലുള്ള ഒരു ജനജീവിതം തന്നെയാണ് പൊതുവെ ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ളതെന്ന് തന്നെ പറയാം. UAE അങ്ങനെ ആ രീതിയിൽ തന്നെയാണ്. ഷോപ്പുകളെല്ലാം വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യം എത്രയും പെട്ടെന്ന് അവസാനിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. അതാണ് ശ്രീരാജ്, അതായത് ഒരു സമാധാന ചർച്ച അല്ലെങ്കിൽ ഒരു സമാധാന ഉടമ്പടി ഉണ്ടാകുന്നത് വരെ എന്തായാലും നമ്മുടെ ഒക്കെ ഉള്ളിൽ ഒരു ആശങ്ക നിലനിൽക്കും
എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഇന്നലെ ഒമാൻ പ്രതിരോധ മന്ത്രിയൊക്കെ അറിയിച്ചിരുന്നു, അതായത് ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒമാൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അത് ട്രംപും സ്ഥിരീകരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ അതിനൊക്കെ വിപരീതമായാണ് ഇന്ന് രാവിലെ മുതൽ കണ്ടു വരുന്ന കാഴ്ചകളും അത് തന്നെയാണ്. ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു ചർച്ചയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒപ്പം മറ്റൊരു കാര്യം, ഈ ഒമാൻ തീരത്ത് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായി. ഇപ്പോൾ ശ്രീരാജ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരാൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ വാർത്തകൾ ഇങ്ങനെയും പുറത്തു വരുന്നുണ്ട്. 3 പേരാണ് മരണപ്പെട്ടത്, അല്ലെങ്കിൽ ആക്രമിച്ചത്, കൊല്ലപ്പെട്ടത് 3 പേരാണ് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. ഇത് സ്ഥിരീകരിക്കാൻ കഴിയുന്നതാണോ ശ്രീരാജ്? നിലവിൽ അത് നമുക്ക് സ്ഥിരീകരിക്കാവുന്ന ഒരു വിവരമല്ലാത്തത് കൊണ്ടാണ് അശ്വതി ഞാനത് ആദ്യം തന്നെ അങ്ങനെ പറഞ്ഞത്. അത്തരത്തിലുള്ള ഒരു വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ചില ഇന്ത്യൻ മാധ്യമങ്ങളും അത്തരത്തിൽ വാർത്തകൾ കൊടുക്കുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ ഔദ്യോഗികമായി ഒരു അതായത് അവിടുത്തെ നാഷണൽ മീഡിയയോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള അവിടുത്തെ ഏതെങ്കിലും ഏജൻസികളോ ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പോഴും നമുക്ക് ലഭ്യമാകുന്നത് ഒരാൾ മരണപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. ടൈംസ് ഓഫ് ഒമാൻ പോലെയുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരും റിപ്പോർട്ട് ചെയ്യുന്നത് അത്തരത്തിൽ തന്നെയാണ്. നേരത്തെ അശ്വതി സൂചിപ്പിച്ച ഈ സമാധാനത്തിന്റെ ഒരു കാര്യത്തിലേക്ക് വന്നാൽ അശ്വതി പറഞ്ഞത് ശരിയാണ്. ട്രംപും ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചു, മധ്യസ്ഥതയോടുള്ള ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചു എന്നുള്ള നിലയ്ക്കുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച് പിന്നീട് ഒരു അപ്ഡേറ്റും ഔദ്യോഗികമായി നിലവിൽ നമുക്ക് നൽകാൻ സാധിക്കുന്ന ഒരു അപ്ഡേറ്റും അത് സംബന്ധിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം. എന്തായാലും അത്തരത്തിലുള്ള ചില ഇടപെടലുകളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് അനൌദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അത് എത്രയും പെട്ടെന്ന് ഫലം കാണും എന്ന ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും നിലവിലുള്ളത്. അശ്വതി, തീർച്ചയായും എന്തായാലും അതുതന്നെയാണ്, പ്രതീക്ഷയിലാണ്. ഈ ആക്രമണങ്ങളും ഇതെല്ലാം അവസാനിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ശ്രീരാജ് കൈമളും പങ്കുവെക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഒരു മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റു വിവരങ്ങളൊക്കെ ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇറാനിൽ വീണ്ടും അതിശക്തമായ ആക്രമണം നടത്തുകയാണ് ഇസ്രയേലും അമേരിക്കയും. ടെഹ്റാനിൽ സ്ഫോടന പരമ്പരയെന്നാണ് റിപ്പോർട്ട്. നദാൻസ് ആണവ നിലയം അമേരിക്ക ആക്രമിച്ചെന്ന് ഇറാൻ ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞു. എന്നാൽ തെളിവില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പ്രതികരിച്ചു. ഇറാനിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 555ആയി. വിവരങ്ങൾ നൽകാൻ ബിനീഷ് കൊട്ടാരത്തിലുണ്ട്. ബിനീഷ്, നോക്കൂ, ഇതുവരെ മരിച്ചവരുടെ എണ്ണം 555 ആകുന്നു ഇറാനിൽ. അപ്പോഴും ഇറാൻ പ്രതിരോധിക്കുകയാണ്, തിരിച്ചും ആക്രമണം നടത്തുന്ന സാഹചര്യമാണ്. ശക്തമായ ആക്രമണം തിരിച്ചും അടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടെഹ്റാനിൽ സ്ഫോടന പരമ്പര എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകൾ എങ്ങനെയാണ് എന്നുള്ള ഒരു ആശങ്ക തന്നെയുണ്ട്. ഒരുപക്ഷെ അമേരിക്കയും ഇസ്രയേലും ഒന്നും വിചാരിച്ചു കാണില്ല ഇത്തരത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു കാണില്ല. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അശ്വതി, ഇപ്പോൾ ഇറാന് നേരെ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് വലിയ ഒരു ആക്രമണം തന്നെയാണ് നടത്തുന്നത്. നമുക്കറിയാം, അമേരിക്കയുടെ B-2 ബോംബർ അടക്കം വിന്യസിച്ചുകൊണ്ടാണ് അവർ ആക്രമണം നടത്തുന്നത്. അതായത് വലിയ തോതിലുള്ള ഒരു ആക്രമണത്തിന് ഇപ്പോൾ ഇറാൻ വിധേയമാകുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അത് ടെഹ്റാനിൽ കാർപ്പറ്റ് ബോംബിംഗ്, അതായത് ടെഹ്റാൻ നഗരത്തിൽ വലിയ തോതിലുള്ള ബോംബ് വർഷമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ നദാൻസിൽ അമേരിക്കയുടെ B-2 ബോംബർ ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ വർഷിച്ചിരുന്നു. അതുപോലെ തന്നെ അവരുടെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തിന് നേരെ വലിയ ആക്രമണം നടത്തി. അങ്ങനെ ഇസ്രയേലും അമേരിക്കയും ഇറാനിൽ വലിയ തോതിൽ ഇപ്പോൾ ആക്രമണം ശക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ ഒരു മുന്നറിയിപ്പ് ഇറാൻ നൽകിയിരുന്നു. ഇറാൻ കാണാത്ത തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അതിനൊരു തുടക്കമിട്ട രീതിയിൽ തന്നെയാണ് ഇന്നിപ്പോൾ ഇറാന് നേരെ ഉണ്ടായിരിക്കുന്ന വ്യാപകമായ ആക്രമണം. നദാൻസിലുള്ള ആക്രമണത്തിൽ അവിടെ ആണവ നിലയത്തിന് നേരെ ആക്രമിച്ചു എന്ന കാര്യം ഇറാൻ തന്നെ ഐക്യരാഷ്ട്രസഭയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നടത്തിയ പരിശോധനയിൽ അവിടെ ആണവ ചോർച്ചയുണ്ടായിട്ടില്ല എന്ന് അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് വലിയ ഒരു ആക്രമണത്തിന് ഇപ്പോൾ ഇറാൻ വിധേയമാകുന്നു എന്ന് തന്നെയാണ് അതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മരണസംഖ്യ ഉയരുന്നതും. സമാനമായി ഇസ്രായേൽ ലെബനന് നേരെയും ആക്രമണം നടത്തിയിരിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ളത് ഹിസ്ബുള്ള അവിടെ നിന്നും ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾക്ക്, ഇറാനൊപ്പം ചേർന്നുകൊണ്ടുള്ള ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്ന ഒറ്റ കാരണത്താൽ. എന്നാൽ ഏറ്റവും പുതിയതായിട്ട് അല്പസമയം മുമ്പ് ലെബനന്റെ ഭരണാധികാരികൾ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ എല്ലാ പ്രവർത്തനങ്ങളും തങ്ങൾ തടഞ്ഞിരിക്കുകയാണ്. അതിന് ഒരു തരത്തിലുള്ള പിന്തുണയും
ലെബനൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ലെബനനെ ഒരു കാരണവശാലും ഇസ്രായേൽ ആക്രമിക്കരുത്, ഞങ്ങൾ ഹിസ്ബുള്ളയ്ക്കെതിരാണ്, ഹിസ്ബുള്ളയുടെ എല്ലാ പ്രവർത്തനങ്ങളും രാജ്യത്ത് നിരോധിച്ചിരിക്കുകയാണെന്നുള്ള വിവരമാണ് ഇസ്രായേലിനെ ലെബനൻ ഔദ്യോഗികമായി തന്നെ അല്പസമയം മുമ്പ് അറിയിച്ചിരിക്കുന്നത്. അതായത് പശ്ചിമേഷ്യയിൽ വളരെ വ്യാപകമായ ആക്രമണങ്ങൾ ഇസ്രായേലും അമേരിക്കയും നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇറാന് നേരെയും അതുപോലെ തന്നെ ലെബനന് നേരെയും ചില ആക്രമണങ്ങളൊക്കെ നടത്തിയത്. എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്നും വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നത് ഇസ്രായേലിലേക്കും ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കുമാണ്. അതാണ് ഏറ്റവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ കാര്യം. കാരണം ഗൾഫ് മേഖല ഇന്ത്യയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഒട്ടേറെ ലക്ഷക്കോടിക്കണക്കിന് ഇന്ത്യക്കാരുള്ള മേഖലയാണ് ഗൾഫ് മേഖല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ നമുക്ക് വലിയ ആശങ്കയുണ്ട്. ഈ അമേരിക്കയുടെ ഓരോ ആക്രമണത്തിനെയും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഓരോ ആക്രമണത്തെയും ഇറാൻ പ്രതിരോധിക്കുന്നത് തിരിച്ചടിച്ചുകൊണ്ടാണ്. ആ തിരിച്ചടി ഗൾഫ് മേഖലയിലേക്കാണ്, ഗൾഫ് രാജ്യങ്ങളിലേക്കാണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ സമാധാന ശ്രമങ്ങൾക്കൊക്കെ ചില തുടക്കങ്ങൾ ഇട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അത്തരം ഒരു ചർച്ചകൾക്കുമായി തങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നില്ല എന്നതാണ് ഇറാൻ്റെ നിലപാട്. അതിന് ഇറാന് വ്യക്തമായ കാരണമുണ്ട്. കാരണം ചർച്ചകൾ നടക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു സമാധാനത്തിന് വേണ്ടിയോ അല്ല, മറിച്ച് അമേരിക്കയുടെ ആവശ്യം പൂർണ്ണമായും ഇറാനെ ആണവ നിരായുധീകരിക്കുക എന്നുള്ളതാണ്. അതായത് ഇറാൻ്റെ ആണവ ശേഖരം പൂർണ്ണമായും ഇല്ലാതാക്കുക, ഇറാന് ആണവായുധം നിർമ്മിക്കുവാൻ ശേഷിയുള്ള അവരുടെ റിയാക്ടറുകൾ, അവരുടെ ആണവ ശേഖരങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കി പൂർണ്ണമായും അണ്വായുധ രംഗത്തു നിന്നും ഇറാൻ പിന്മാറണം. എന്നാൽ ഇത്തരം ഒരു കാര്യത്തിലേക്ക് ഇറാന് നിലവിൽ കടക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറല്ല എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ ഇറാൻ വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ടെഹ്റാനിലടക്കം അമേരിക്ക ഇസ്രയേലും ചേർന്നുകൊണ്ട് കാർപ്പറ്റ് ബോംബിംഗ് അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് വലിയ ആക്രമണം നടത്തുന്നു. ഇറാൻ്റെ ആണവ ശേഖരങ്ങളെടുത്ത് അല്ലെങ്കിൽ ആണവായുധ ശാലകൾക്കൊക്കെ നേരെ വലിയ ആക്രമണം നടത്തുന്നു. നദാൻസിലടക്കം വലിയ ആക്രമണം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും വലിയ ഇറാൻ്റെ ശക്തി എന്ന് പറയുന്നത് അവരുടെ മിസൈൽ ശേഖരമാണ്. ആ മിസൈൽ ശേഖരത്തിന് നേരെയും അമേരിക്കയുടെ B-2 ബോംബർ അടക്കം വന്ന് ബോംബ് വർഷിച്ച് അവ ഇല്ലാതാക്കുന്നു എന്നതും വളരെ ശ്രദ്ധേയമായിരുന്നു. അതായത് ഇറാൻ വലിയ തിരിച്ചടി നേരിടുന്നു. ആ തിരിച്ചടിക്ക് ഇറാൻ പകരം വീട്ടുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. അതിൻ്റെതായ ചില പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടായി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യക്കാർ കൊല്ലപ്പെടുന്ന അവസ്ഥ വരെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ഇപ്പോൾ തന്നെ ഇറാൻ ലക്ഷ്യമിടുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ ഖനികളും അതുപോലെ തന്നെ ഓയിൽ റിഫൈനറികളുമൊക്കെയാണ്. ആ തരത്തിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചാൽ അത് യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി മാറും. അശ്വതി, ശരി, അതുതന്നെയാണ്. എന്തായാലും ഇറാനിൽ വീണ്ടും അതിശക്തമായ ആക്രമണം നടത്തുകയാണ് ഇസ്രയേലും അമേരിക്കയും. ടെഹ്റാനിൽ സ്ഫോടന പരമ്പര എന്നതാണ് പുതിയ റിപ്പോർട്ട്. നദാൻസ് ആണവ നിലയം അമേരിക്ക ആക്രമിച്ചെന്ന് ഇറാൻ ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തെളിവില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പ്രതികരിച്ചു. ഇറാനിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 555 മാറിയിരിക്കുന്നു. വിവരങ്ങളാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ബിനീഷ് കൊട്ടാരത്തിൽ നൽകിയത്. പശ്ചിമേഷ്യയിലെ സംഘർഷം ആശങ്കയുണ്ടാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയാണ് ഇന്ത്യ നിലകൊള്ളുന്നത്. ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണം, ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. हम सहमत है कि टेररिज्म, एक्सट्रीमिज्म और रेडिकलाइजेशन दोनों देशों के लिए ही नहीं, पूरी मानवता के लिए साझा और गंभीर चुनौतियां हैं. इनके विरुद्ध हमारा करीबी सहयोग वैश्विक शांति और स्थिरता के लिए अत्यंत महत्वपूर्ण है. विश्व में चल रहे अनेक तनावों को लेकर भारत की सोच स्पष्ट ही है. हमने सदैव शांति और स्थिरता बनाए रखने का आह्वान किया है. ഗൾഫ് മേഖലയിലെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാറ്റിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. SSLC മാർച്ച് 5-ലെ പരീക്ഷയും ഹയർ സെക്കൻഡറി മാർച്ച് 5, 6, 7 തീയതികളിലെ പരീക്ഷയും മാറ്റി. പുതുക്കിയ പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും. ഗൾഫിലും കേരളത്തിലുമായി പരീക്ഷാ സെന്ററുകളിൽ എത്തിച്ചേരാനാകാതെ പ്രതിസന്ധിയിലായിരിക്കുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് പ്രഥമ അധ്യാപകർ വഴി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അപേക്ഷ നൽകേണ്ടതാണെന്നും അപേക്ഷയുടെ മെറിറ്റ് പരിശോധിച്ച് അനുകൂലമായ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി അറിയിച്ചു. മധ്യ പൗരദേശത്ത് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിലെ പരീക്ഷാ നടത്തിപ്പ് ഒരു പ്രതിസന്ധിയിലാണ്.
SSLC മാർച്ച് 5 പരീക്ഷയും ഹയർ സെക്കൻഡറി മാർച്ച് 5, 6, 7 തീയതികളിലെ പരീക്ഷയും മാറ്റിവെക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. പുതുക്കിയ പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കുന്നതാണ്. ഗൾഫിലും കേരളത്തിലുമായി ചില വിദ്യാർത്ഥികൾ പരീക്ഷാ സെൻ്ററുകൾ എത്തിച്ചേരുവാനാകാതെ പരീക്ഷ എഴുതുവാൻ കഴിയില്ല എന്ന ആശങ്കയിൽ കഴിയുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ്. ഇക്കാര്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കുഞ്ഞുങ്ങൾക്കൊപ്പമുണ്ട്. അങ്ങനെ പരീക്ഷ എഴുതുവാൻ കഴിയാത്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് പ്രഥമ അധ്യാപകർ പ്രിൻസിപ്പൽ വഴി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അപേക്ഷ നൽകേണ്ടതാണ്. അപേക്ഷയുടെ മെറിറ്റും പരിശോധിച്ച് കുഞ്ഞുങ്ങൾക്ക് അനുകൂലമായ തീരുമാനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊള്ളും. ഗൾഫ് രാജ്യങ്ങൾക്ക് പിന്നാലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ആക്രമണം വ്യാപിപ്പിച്ച് ഇറാൻ. അതേസമയം ഇറാനെതിരെയുള്ള US ഇസ്രായേൽ ആക്രമണത്തിൽ ബ്രിട്ടനും ഒപ്പം ചേർന്നിട്ടുണ്ട്. ഇതിനിടെ ഇറാൻ പ്രത്യാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഇസ്രായേലും ഗൾഫ് രാജ്യങ്ങളിലും ആക്രമണം നടത്തിയ ഇറാൻ UK-യിലെ സൈപ്രസിലും ആക്രമണം നടത്തി. സൈപ്രസിലെ UK സൈനിക താവളം ലക്ഷ്യമിട്ടാണ് മിസൈലുകൾ പ്രയോഗിച്ചതെന്ന് റിപ്പോർട്ടുണ്ട്. RAF അക്രോതിരിയിലാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രതിരോധ നടപടികൾ ശക്തമാക്കിയതായും പ്രദേശത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ജാഗ്രതയിലാണെന്നും UK ഡിഫൻസ് വകുപ്പ് അറിയിച്ചു. US-ഉം ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഒപ്പം ചേരുന്നതായി ബ്രിട്ടൻ അറിയിച്ചതിന് പിന്നാലെയാണ് സംഭവം. അതേസമയം US-ന്റെ അഭ്യർത്ഥന പ്രകാരം പരിമിതമായ പ്രതിരോധ ആവശ്യങ്ങൾക്കായി തങ്ങളുടെ സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ സ്ഥിരീകരിച്ചിരുന്നു. ഇറാനിലെ മിസൈൽ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി US പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനായിട്ടാണ് UK അനുമതി നൽകിയത്. തുടക്കത്തിലെ ആക്രമണങ്ങളിൽ UK പങ്കെടുത്തിട്ടില്ലെന്നും സഖ്യരാജ്യങ്ങളുടെ കൂട്ടായ സുരക്ഷയും ബ്രിട്ടീഷ് പൗരന്മാരുടെ സുരക്ഷയും ഉറപ്പാക്കുന്നതാണ് UK-യുടെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ വ്യക്തമാക്കി. ഇറാൻ ഭീകരവാദത്തെ സ്പോൺസർ ചെയ്യുന്നുണ്ടെന്നും ആണവായുധ പദ്ധതി വികസിപ്പിക്കുന്ന രീതി കണ്ടിട്ടുള്ള ആർക്കും അത് ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് സംശയമുണ്ടാകില്ല എന്നും UK പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി പറഞ്ഞു. അമേരിക്കയുടെ നടപടി നിയമപരമാണോ എന്നത് അത് അമേരിക്കയാണ് വിശദീകരിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഖത്തറിൽ പ്രവർത്തിക്കുന്ന RAF ടൈഫൂൺ യുദ്ധവിമാനം ഒരു ഇറാനിയൻ ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തിയതായി UK ഡിഫൻസ് വകുപ്പ് അറിയിച്ചു. സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഒരു UK വിമാനം ഇറാനിയൻ ഡ്രോൺ തകർത്തത് ഇതാദ്യമായിട്ടാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച കേന്ദ്ര സർക്കാർ സാഹചര്യം വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് കമ്മിറ്റി യോഗം ചേർന്നു. മേഖലയിലുള്ള ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയെക്കുറിച്ച് യോഗം അതീവ ആശങ്ക രേഖപ്പെടുത്തി. മേഖലയിൽ ഇന്ത്യക്കാർ നേരിടുന്ന അപകട സാഹചര്യവും പരീക്ഷകൾക്കടക്കം ഹാജരാകേണ്ട വിദ്യാർത്ഥികളുടെ ആശങ്കയും കമ്മിറ്റി പ്രത്യേകം ചർച്ച ചെയ്തു. വിമാന സർവീസുകളടക്കം അനിശ്ചിതമായി റദ്ദാക്കിയത് പ്രവാസികളെ വലിയ രീതിയിൽ ആശങ്കയിലാക്കിയിട്ടുണ്ട് എന്ന് യോഗം വിലയിരുത്തി. പ്രതിസന്ധിയിലായ ഇന്ത്യൻ പൗരന്മാരെ സഹായിക്കുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയതായി കേന്ദ്ര സർക്കാർ പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ട്. സംഘർഷങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും യോഗം ഇറാൻ, അമേരിക്ക, ഇസ്രയേൽ രാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടു. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ടെലിഫോണിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും പിന്തുണ വാഗ്ദാനം ചെയ്തു. UAE ഭരണാധികാരിയും ടെലിഫോണിൽ ബന്ധപ്പെട്ട് മേഖലയിലെ ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യക്കാർക്ക് നൽകുന്ന കരുതലിനും സുരക്ഷയ്ക്കും നന്ദി രേഖപ്പെടുത്തി. വിദേശകാര്യ മന്ത്രാലയം സ്ഥിതിഗതികൾ തുടർച്ചയായി നിരീക്ഷിക്കുന്നതിനോടൊപ്പം അതാത് രാജ്യങ്ങളിലെ എംബസികളുടെ ജാഗ്രതാ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. പശ്ചിമേഷ്യൻ മേഖലയിൽ ഇറാൻ ആക്രമണം തുടരുന്നതിനിടയിൽ കൊല്ലം തുറമുഖത്ത് കപ്പൽ നങ്കൂരമിട്ടു. ഹോങ്കോങ്ങിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് പോകുകയായിരുന്ന ഓഫ് ഷോർ സപ്ലൈ വെസലാണ് കൊല്ലം തുറമുഖത്ത് നങ്കൂരമിട്ടത്. യാത്രാ പ്രതിസന്ധി നേരിട്ടതോടെ കപ്പൽ കമ്പനി പോർട്ട് അധികൃതരുടെ സഹായം തേടുകയായിരുന്നു. സൗദി അറേബ്യൻ തീരത്തേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഓഫ് ഷോർ സപ്ലൈ വെസൽ രാവിലെ 11 മണിയോടെ കൊല്ലം പോർട്ടിൽ എത്തിച്ചേർന്നത്. കൊല്ലം തുറമുഖത്ത് നങ്കൂരമിടുന്നതിന് കപ്പൽ അധികൃതർ സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു. യാത്രാ പ്രതിസന്ധി ഉണ്ടായതോടെ ചെറു ഓഫ് ഷോർ സപ്ലൈ കപ്പലാണ് കൊല്ലം തുറമുഖത്ത് എത്തിയതെന്നും ചരക്ക് കപ്പലല്ലെന്നും അധികൃതർ അറിയിച്ചു. 12 ജീവനക്കാരാണ് ഓഫ് ഷോർ സപ്ലൈ വെസലിലുള്ളത്. ലക്കി വിഷൻ എന്ന് പറയുന്ന ഈ വെസലിൻ്റെ ഓണേഴ്സ് ഈ പാക്ക് ഷിപ്പിംഗ് വഴി ഞങ്ങളുടെ അടുത്ത് ഷെൽട്ടർ ചോദിച്ചു. അപ്പം റീസൺ പറഞ്ഞത് അവർ ഹോങ്കോങ്ങിൽ നിന്ന് അവർ സൗദി അറേബ്യയിലേക്ക് പോകുന്നു, ഒരു ഷെൽട്ടറിനാണ് ചോദിച്ചത്. ഞങ്ങൾ അതനുസരിച്ച് കസ്റ്റംസിനെയും IBAയും പിന്നെ എമിഗ്രേഷനെ അറിയിക്കാൻ പറഞ്ഞിട്ട് അവരുടെ എല്ലാവരുടെയും പെർമിഷന് കൂടി ഈ ഓഫ് ഷോർ സപ്പോർട്ട് വെസലിനെ ഇവിടെ ബെർത്തിങ് അനുവദിച്ചേക്കാണ്. അല്ലല്ല, ഇത് സൈൻകിറ്റിൽ രജിസ്റ്റർ ചെയ്ത ഒരു ഫോറിൻ വെസലാണ്. സൗദി തീരം ഉൾപ്പെടെ ഗൾഫ് സമുദ്ര മേഖലയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് കപ്പൽ കൊല്ലത്തടിപ്പിച്ചത്. എത്ര നാൾ തുടരേണ്ടി വരുമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. യുദ്ധ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും മടക്കയാത്ര തീരുമാനിക്കുക.
അമൃത ന്യൂസ്, കൊല്ലം. സംഘർഷങ്ങൾക്കിടയിലും കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് ചില വിമാന കമ്പനികൾ സർവീസ് നടത്തുന്നു. 2:50 മസ്കറ്റിൽ നിന്നും പുറപ്പെടുന്ന വിമാനം 7:45 കരിപ്പൂരിൽ എത്തും. തുടർന്ന് 8:45 മസ്കറ്റിലേക്ക് തിരിക്കും. രാത്രി 11:50 കരിപ്പൂരിൽ നിന്നും ദുബായിലേക്കുള്ള സ്പൈസ് ജെറ്റും സർവീസ് നടത്തും. റിയാദിൽ നിന്നുമുള്ള ഫ്ലൈനാസ്, മസ്കറ്റിൽ നിന്നുമുള്ള സലാം എയർ എന്നിവ കരിപ്പൂർ വിമാനത്താവളത്തിൽ രാവിലെ എത്തിയിരുന്നു. ഇനി ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകൾ നേരിട്ട് പരിശോധിക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. കണക്കുകളും രേഖകളും ഹാജരാക്കാത്തതിൽ കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. സ്വകാര്യ ഓഡിറ്ററുടെ സ്ഥാപനമായ വിജയൻ അസോസിയേറ്റ്സിനെ കക്ഷി ചേർത്തു. കണക്കും രേഖകളും കോടതിയിലെത്തിക്കണമെന്ന് ഓഡിറ്റർക്ക് നിർദ്ദേശം നൽകി. ശബരിമല യുവതീ പ്രവേശനത്തിൽ സുപ്രീം കോടതിയിൽ മുൻ നിലപാട് തിരുത്താൻ ദേവസ്വം ബോർഡ്. പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുന്ന വേളയിൽ യുവതീ പ്രവേശനത്തെ എതിർക്കാനും ആചാര സംരക്ഷണത്തെ അനുകൂലിക്കാനും ദേവസ്വം ബോർഡ് യോഗത്തിൽ തീരുമാനം. ക്ഷേത്രാചാരം സംരക്ഷിക്കുക ദേവസ്വം ബോർഡിന്റെ കടമയാണെന്നും യുവതീ പ്രവേശനത്തെ എതിർക്കാൻ തന്നെയാണ് തീരുമാനമെന്നും പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിനെ സംബന്ധിച്ചിടത്തോളം ബോർഡ് ചർച്ച ചെയ്തു. ബോർഡിന് അതിനകത്ത് ആശയക്കുഴപ്പമൊന്നും തന്നെ ഇല്ല. നമ്മുടെ ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചിരിക്കുന്നതും ആ നിയമം അനുസരിച്ചും ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും പരിരക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സുപ്രീം കോടതിയിൽ നിലവിലുള്ള ആ ഉത്തരവിന് കണ്ടസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ തീരുമാനം. അവിടെ കാലാകാലങ്ങളിലായിട്ട് നിലവിൽ നിന്ന് സ്ത്രീ പ്രവേശനത്തെ സംബന്ധിക്കുന്ന ആചാരങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ് ബോർഡിൻ്റെ സുചിന്തിതമായ അഭിപ്രായം. അത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിന് ജാമ്യമില്ല. കേസിൽ 2 ജാമ്യഹർജികളും കൊല്ലം വിജിലൻസ് കോടതി തള്ളി. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ജാമ്യഹർജി. അതേസമയം A. പത്മകുമാർ ദ്വാരപാലക ശില്പക്കേസിൽ സ്വാഭാവിക ജാമ്യഹർജി സമർപ്പിച്ചു. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ 11ാം പ്രതിയാണ് KP ശങ്കരദാസ്. A. പത്മകുമാർ പ്രസിഡന്റായിരുന്ന ബോർഡിൽ CPI പ്രതിനിധിയായിരുന്നു ശങ്കരദാസ്. അറസ്റ്റിനെ തുടർന്ന് റിമാൻഡിൽ കഴിയവെയാണ് ഇരു കേസുകളിലും ജാമ്യഹർജി സമർപ്പിച്ചത്. ഇരുവാദങ്ങളും കേട്ട ശേഷം പ്രതിയുടെ മെഡിക്കൽ റിപ്പോർട്ടും കോടതി പരിശോധിച്ചിരുന്നു. പ്രതിക്ക് നിലവിൽ ജാമ്യം നൽകേണ്ടതില്ലെന്ന നിലപാടിലാണ് കോടതി. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക കേസിലും KP ശങ്കർദാസ് സമർപ്പിച്ച ജാമ്യഹർജികൾ വിജിലൻസ് കോടതി തള്ളുകയായിരുന്നു. അതേസമയം ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാർ ദ്വാരപാലക ശില്പക്കേസിൽ സ്വാഭാവിക ജാമ്യഹർജിയുമായി കോടതിയെ സമീപിച്ചു. ജാമ്യഹർജി നാളെ വിജിലൻസ് കോടതി പരിഗണിക്കും. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ നേരത്തെ കട്ടിളപ്പാളി കേസിൽ പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. ദ്വാരപാലക ശില്പക്കേസിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചാൽ പത്മകുമാറും ഉടൻ ജയിൽ മോചിതനാകും. കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ ഇതുവരെ 7 പ്രതികളാണ് ജാമ്യം നേടി ജയിലിന് പുറത്തിറങ്ങിയത്. അമൃത ന്യൂസ്, കൊല്ലം. ഇന്ത്യയും കാനഡയും തമ്മിൽ 17,000 കോടി രൂപയുടെ യുറേനിയം വിതരണ കരാറിൽ ഒപ്പുവെച്ചു. ഉഭയകക്ഷി വ്യാപാരം $50 ബില്യൺ ഉയർത്തുക എന്ന ലക്ഷ്യമാണ് ഇരു രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. പ്രതിരോധ, സമുദ്ര സുരക്ഷാ മേഖലകളിലേക്ക് കൂടി സഹകരണം വ്യാപിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. കനേഡിയൻ സർവകലാശാലകൾ ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങും. ഇന്ത്യ കാനഡ ബന്ധത്തിലുണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ പരിഹരിക്കാനും നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് കനേഡിയൻ പ്രധാനമന്ത്രി ഇന്ത്യയിലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജ സുരക്ഷയ്ക്കും സുസ്ഥിര വികസനത്തിനുമൊപ്പം പ്രതിരോധ, സമുദ്ര സുരക്ഷ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്രിട്ടിക്കൽ മിനറൽസ്, കൃഷി, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. रक्षा और सुरक्षा के क्षेत्र में बढ़ता सहयोग हमारे गहरे आपसी विश्वास और संबंधों की मैच्योरिटी का प्रतीक है. വിദ്യാഭ്യാസ, ഗവേഷണ മേഖലകളിൽ പങ്കാളിത്തം ഉറപ്പാക്കും. കനേഡിയൻ സർവകലാശാലകൾ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കും. സാംസ്കാരിക സഹകരണത്തിനും ധാരണയായി. Today we are launching a strategic energy partnership with significant potential to expand bilateral energy trade. We've signed, as you've seen, a new critical minerals partnership spanning development, processing, and secure supply chains. കാനഡയിൽ നിന്ന് ദ്രവീകൃത പ്രകൃതിവാതകം ഇന്ത്യയിലെത്തിക്കും. കാറ്റ്, സൗരോർജ്ജം, ഹൈഡ്രജൻ എന്നീ മേഖലകളിൽ സഹകരണം വിപുലീകരിക്കും. ഇന്ത്യയുടെ സാങ്കേതിക മികവും കാനഡയുടെ വിഭവ സമ്പത്തും ഒന്നിക്കുമ്പോൾ ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ മാറ്റം കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ശേഷം അധികാരമേറ്റ മാർക്ക് കാർണിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനമാണിത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.
എം സ്വരാജിന്റെയും എം മണിയുടെയും സ്ഥാനാർത്ഥിത്വത്തിൽ അപ്രതീക്ഷിത നീക്കവുമായി CPM. തൃപ്പൂണിത്തുറയിൽ എം സ്വരാജിന്റെയും ഉടുമ്പൻചോലയിൽ എം മണിയുടെയും പേരുകൾ വെട്ടി സംസ്ഥാന നേതൃത്വം. ജില്ലാ ഘടകങ്ങൾ നിർദ്ദേശിച്ച പേരുകളാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാറ്റിയത്. തൃപ്പൂണിത്തുറയിൽ KN ഉണ്ണികൃഷ്ണനും ഉടുമ്പൻചോലയിൽ KK ജയചന്ദ്രനും ജനവിധി തേടും. പ്രമുഖരും ജനകീയരുമായ നേതാക്കളെ പലരെയും ഒഴിവാക്കിയാണ് ഇക്കുറി CPM സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നത്. ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ 2 ടേം വ്യവസ്ഥ കർശനമാക്കണമെന്ന നിബന്ധന വന്നതോടെ പലരും പട്ടികയ്ക്ക് പുറത്തായി. AN ഷംസീറിന് പുറമെ എം സ്വരാജിനും ഇക്കുറി സീറ്റില്ല. തൃപ്പൂണിത്തുറയിൽ എം സ്വരാജിന്റെ പേരാണ് ജില്ലാ ഘടകം നിർദ്ദേശിച്ചത്. സ്വരാജിന് പുറമെ കൊച്ചി മുൻ മേയർ അനിൽകുമാറിന്റെ പേരും ജില്ലാ ഘടകം പരിഗണിച്ചിരുന്നു. എന്നാൽ ഇത് രണ്ടും മാറ്റി വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണന്റെ പേരാണ് സംസ്ഥാന ഘടകം നിർദ്ദേശിച്ചത്. MB ഷൈനി വൈപ്പിൻ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകും. 2016 മുതൽ ഉടുമ്പൻചോലയെ പ്രതിനിധീകരിക്കുന്നത് MM മണിയാണ്. 3ാം തവണയും മണി തന്നെ മത്സരിക്കണമെന്നാണ് ജില്ലാ ഘടകത്തിന്റെ ആവശ്യം. മണിയുടെ ജനകീയത മണ്ഡലം നിലനിർത്താൻ അനുകൂലമാകുമെന്നാണ് ജില്ലാ ഘടകം പറയുന്നത്. എന്നാൽ CPM സംസ്ഥാന സമിതി അംഗം KK ജയചന്ദ്രന്റെ പേരാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചത്. PK ബിജു, P ജയരാജൻ തുടങ്ങിയ നേതാക്കൾ ഇക്കുറിയും പട്ടികയിലില്ല. കഴിഞ്ഞ തവണ മത്സരരംഗത്ത് നിന്നും മാറി നിന്ന മുൻ മന്ത്രിമാർ ഇക്കുറിയുമില്ല എന്നതും ശ്രദ്ധേയമാണ്. ചിലയിടങ്ങളിൽ വിയോജിപ്പുകളും അതൃപ്തിയും ഉയരുന്നതിനാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് അന്തിമ തീരുമാനമെടുക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാലക്കാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി രമേശ് പിഷാരടി മത്സരിച്ചേക്കും. തൃപ്പൂണിത്തുറയിൽ M ലിജുവാകും ജനവിധി തേടുക. സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് സ്ഥാനാർത്ഥി പട്ടിക നേതൃത്വം കൈമാറി. അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകും. നടനും സംവിധായകനും ടെലിവിഷൻ അവതാരകനുമായ രമേശ് പിഷാരടി കോൺഗ്രസ് സഹയാത്രികനാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ കോൺഗ്രസിന്റെ പ്രചരണ പരിപാടികളിൽ സാന്നിധ്യം അറിയിക്കുന്ന പിഷാരടിയുടെ പേര് ചില തെരഞ്ഞെടുപ്പുകളിൽ ഉയർന്നു കേൾക്കാറുമുണ്ട്. ഇക്കുറി പാലക്കാടും തൃപ്പൂണിത്തുറയിലും പിഷാരടിയുടെ പേര് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വ ചർച്ചകളിൽ സജീവമായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സന്നദ്ധത രമേശ് പിഷാരടി പ്രകടിപ്പിച്ചിരുന്നില്ല. പാലക്കാട് മണ്ഡലം കോൺഗ്രസിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിൽ കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തണമെന്നത് കോൺഗ്രസിന്റെ പൊതുവായ ആവശ്യമാണ്. K മുരളീധരന്റെയും രമേശ് പിഷാരടിയുടെയും പേരുകളാണ് സാധ്യതാ പട്ടികയിലുണ്ടായിരുന്നത്. എന്നാൽ K മുരളീധരൻ വട്ടിയൂർക്കാവല്ലാതെ മറ്റൊരിടത്തും മത്സരിക്കില്ല എന്ന് നേതൃത്വത്തെ അറിയിച്ചിരുന്നു. തുടർന്ന് ചർച്ചകൾക്ക് ശേഷം രമേശ് പിഷാരടി മത്സര സന്നദ്ധത അറിയിച്ചു. തൃപ്പൂണിത്തുറയിൽ K ബാബു അനാരോഗ്യത്തെ തുടർന്ന് മത്സരിക്കില്ല എന്ന് ആദ്യമേ അറിയാമായിരുന്നു. പകരം മാസങ്ങൾക്ക് മുൻപേ ഉയർന്നുകേട്ട പേരാണ് M ലിജുവിന്റേത്. അതിനിടെ മറ്റു പല പേരുകളും ചർച്ചകളിൽ ഉയർന്നു വന്നു. ഒടുവിൽ സാമുദായിക പരിഗണന കണക്കിലെടുത്ത് M ലിജുവിനെ തന്നെ തൃപ്പൂണിത്തുറയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. സ്ഥാനാർത്ഥി പട്ടിക സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. അന്തിമ തീരുമാനം ഉടനുണ്ടാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഭക്തലക്ഷങ്ങൾ പ്രാർത്ഥനാപൂർവ്വം കാത്തിരുന്ന ആറ്റുകാൽ പൊങ്കാല സമർപ്പണത്തിനായി നാടൊരുങ്ങി. നാളെ അനന്തപുരി യാഗശാലയായി മാറും. 8ാം ഉത്സവ ദിവസമായ ഇന്ന് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നാടും നഗരവും ഒരുങ്ങി. പൊങ്കാലയുടെ തലേ ദിവസമായ ഇന്നും വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്ര പരിസരത്ത് അനുഭവപ്പെടുന്നത്. കോപാകുലയായ ദേവി തന്റെ ഭർത്താവിനെ ചതിച്ച സ്വർണ്ണപ്പണിക്കാരനെ വധിക്കുന്ന ഭാഗമാണ് ഇന്ന് തോറ്റംപാട്ടിൽ പ്രകീർത്തിച്ചത്. രാവിലെ പന്തീരടി പൂജയും ദീപാരാധനയും തൊഴാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിയത്. എൻ്റെ അമ്മേൻ്റെ എനിക്കുള്ളൂ, എന്നെ സഹായിക്കാനും എല്ലാത്തിനും സങ്കടങ്ങൾ മാറ്റാനും എല്ലാം അമ്മയെ ഉള്ളൂ. അമ്മ വായിച്ചേ ഉള്ളൂ, ബാക്കിയുള്ളൂ അമ്മയുടെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും പറയാനേ ഉള്ളൂ. പിന്നെ അമ്മയെ വിശ്വാസമാണ്, അമ്മയെ കാണണം, അമ്മയുടെ അടുത്ത് വരണം എന്നുള്ള ഭയങ്കര ആഗ്രഹം കൊണ്ട് തന്നെ ഞങ്ങൾ അമ്മേനെ ഭയങ്കര വിശ്വാസം ഞങ്ങൾക്ക്. ആറ്റുകാൽ പൊങ്കാലയ്ക്കായുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി എന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. വളരെ നന്നായിട്ട് എല്ലാ തയ്യാറെടുപ്പുകളും വളരെ ഭംഗിയായി നടന്നിട്ടുണ്ട്. കോർപ്പറേഷൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. ഇനി ക്ലീനിങ്ങിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി സംസ്ഥാന സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിച്ച് ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. നാളെ വ്രതശുദ്ധിയോടെ ആറ്റുകാലമ്മയ്ക്ക് ഭക്തജനങ്ങൾ പൊങ്കാലയർപ്പിക്കും. രാവിലെ 9:45 പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നത്. 2:15 നിവേദ്യം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കണ്ണകി ചരിത്രം പ്രകീർത്തിച്ചുകൊണ്ട് തോറ്റം പാട്ടുപാടി ദേവിയെ കുടിയിരുത്തുന്നതോടെ കൂടിയാണ് ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിക്കുന്നത്. എല്ലാ വർഷവും നടക്കുന്ന ഈ ആചാരത്തിന്റെ വിശേഷങ്ങളിലേക്ക്. ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ തോറ്റംപാട്ട് തലമുറകളായി ആചരിച്ചു വരുന്ന അനുഷ്ഠാനമാണ്. 1ാം ഉത്സവ ദിവസം രാവിലെ ദേവിയെ പാടിക്കുടിയിരുത്തുന്നതോടെയാണ് ഉത്സവം ആരംഭിച്ചത്.
ക്ഷേത്രാങ്കണത്തിൽ ഓരോ വർഷവും തോറ്റംപാട്ട് പാടാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് തോറ്റംപാട്ട് കലാകാരനായ മധുവിന്റെ കുടുംബക്കാർക്കാണ്. ക്ഷേത്രത്തിലെ കുടുംബപരമായിട്ട് പാടികൾ എൻ്റെ അച്ഛൻ്റെ തലമുറകളാണ്. അപ്പോൾ അച്ഛൻ്റെ മരണശേഷം ക്ഷേത്ര ട്രസ്റ്റ് ആ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മകനായ മധുവിന് ആ ഉത്തരവാദിത്തം തരികയും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ക്ഷേത്രത്തിൽ ഉത്സവത്തിന് 41 ദിവസത്തെ വ്രതമെടുത്ത് കോവിലിൽ കയറും. കോവിലിൽ കയറി കാപ്പ് കെട്ടിയ കാപ്പ് കഴിയുന്ന ഇവിടെ തന്നെ ഉണ്ടാകും. ഈ ദേശത്തിന് തന്നെ ഉത്സവമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ആരംഭിക്കുന്നത് കൊടുങ്ങല്ലൂർ അമ്മയെ തോറ്റംപാട്ട് പാടി ആവാഹിച്ച് ഈ ക്ഷേത്ര സന്നിധിയിൽ കുടിയിരുത്തുന്നതോടെയാണ്. മധുര നഗരം അഗ്നിക്കിരയാക്കിയ കണ്ണകി ചരിതമാണ് ഈ തോറ്റംപാട്ടിലൂടെ 10 ദിവസവും ഇവിടെ പാടുന്നത്. ക്യാമറമാൻ ജോസിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഭക്തലക്ഷങ്ങൾ അണിനിരക്കുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്കായി നഗരം ഒന്നാകെ കൈകോർക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ വേറിട്ടൊരു കരുതലിന്റെ മാതൃക സൃഷ്ടിക്കുകയാണ് തിരുവനന്തപുരം നിറമൺകരയിലെ EMS ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അംഗങ്ങൾ. ആ കാഴ്ചകളിലേക്ക്. അന്നദാനം ഉറപ്പാക്കിയും ദാഹജല വിതരണം നടത്തിയും തിരുവനന്തപുരം നഗരത്തിലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ ആറ്റുകാൽ പൊങ്കാല മഹോത്സവ കാലത്ത് സജീവ സാന്നിധ്യമാകാറുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒത്തൊരുമയുടെയും കരുതലിന്റെയും പ്രതീകമാവുകയാണ് EMS ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അംഗങ്ങൾ. തിരുവനന്തപുരം നിറമൺകര ആനന്ദനഗറിനെയും തളിയലിനെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ കരമനയാറിന് കുറുകെ താൽക്കാലിക പാലം പണിതിരിക്കുകയാണിവർ. ഒരു 40 വർഷം കൊണ്ട് ഇവിടുത്തെ ഈ നാട്ടിലെ ആൾക്കാർ ഒത്തൊരുമയോടെ ചേർന്ന് ജാതിമത ഭേദമന്യേ ഇവിടെ ഒരു പാലം താൽക്കാലികമായിട്ട് പണിയുന്നുണ്ട്. ഇതുകൊണ്ട് ഈ പാലത്തിലൂടെ സഞ്ചരിച്ചാൽ ഏകദേശം 3 കിലോമീറ്ററിൻ്റെ ലാഭം ഈ ഭക്തജനങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ പൊങ്കാലയ്ക്ക് പോകാനും വരാനും നല്ല തിരക്കും അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് ഇത് കാലാകാലങ്ങളിലും മുടങ്ങാതെ വളരെ ഒത്തൊരുമയോടുകൂടി കൂട്ടായ്മയോടുകൂടി ഇത് ചെയ്തു വരപ്പെടുന്നു. അതാണ് ഇതിന്റെ പ്രത്യേകത. EMS ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒരുക്കുന്ന താൽക്കാലിക പാലം പൊങ്കാല ദിനത്തിൽ 100 കണക്കിന് കുടുംബങ്ങൾക്കാണ് ആശ്വാസമാകുന്നത്. ഒരു ദേശത്തിന്റെ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. ഈ ഉത്സവകാലത്ത് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും നല്ല മാതൃക രചിക്കുകയാണ് EMS ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അംഗങ്ങൾ. ക്യാമറമാൻ അഭിരാമിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇപ്പോഴും തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ള ക്ഷാമം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പലയിടത്തും ജലവിതരണം ഭാഗികമായി മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഒപ്പം മണക്കാട് കളിപ്പാങ്കുളത്ത് റോഡിൽ കുഴി രൂപപ്പെട്ടതോടെ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കഴിഞ്ഞ 12 ദിവസമായി തുടരുന്ന തിരുവനന്തപുരത്തെ കുടിവെള്ളക്ഷാമത്തിൽ വ്യാപകമായി പരാതി ഉയർന്നതോടെ ഭാഗികമായി പ്രശ്നം പരിഹരിച്ചെങ്കിലും ഇപ്പോഴും പൂർണ്ണതോതിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചിട്ടില്ല. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കുടിവെള്ള പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായി കോർപ്പറേഷൻ ഓരോ വാർഡുകൾക്കും ഓരോ ടാങ്കർ വീതം നൽകിയിട്ടുണ്ടെങ്കിലും അത് പര്യാപ്തമാകുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ഇപ്പോൾ ചെറിയ തോതിൽ ഈ മീറ്ററിൻ്റെ അടുത്തുള്ള ടാപ്പുകളിലെല്ലാം വെള്ളം വരുന്നുണ്ട്, പക്ഷേ അകത്തോട്ടൊന്നും വെള്ളം വരുന്നില്ല. പക്ഷേ ഉത്സവ പ്രദേശമാണ് ഇപ്പോൾ നാളെ പൊങ്കാലയ്ക്ക് വരുന്ന ആൾക്കാർക്കൊന്നും പൂർണ്ണമായ രീതിയിൽ വെള്ളം കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. ആ ഒരു രീതിയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ചെറിയ രീതിയിലുള്ള ആയിട്ട് ആ ലൈനിൽ നൂല് പോലെ വരുന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഈ ജപ്പാൻ ലൈന് കൊടുത്തിട്ടും അതിൻ്റെ ഒരു പുരോഗതിയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഏതാ കോർപ്പറേഷൻ ഒരു 2000-ൻ്റെ ഒരു ടാങ്കർ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്രമാത്രം പ്രയോജനപ്പെടുമെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിലിരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ വീടുകളിലൊന്നും ഉപയോഗിക്കാനൊന്നും അതിനുള്ള ഇത് പറ്റില്ല, അതിനുള്ള കപ്പാസിറ്റി അതിനില്ല. നിലവിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ടെന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. ആ കുറവും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം മണക്കാട് കളിപ്പംകുളത്ത് ഗ്യാസിന് വേണ്ടി ലൈനെടുത്തിരുന്ന റോഡിൽ രാവിലെയോടെ വലിയ കുഴി രൂപപ്പെട്ടു. കുഴിയിലകപ്പെട്ട വാഹനത്തെ ക്രെയിൻ ഉപയോഗിച്ചാണ് മാറ്റിയത്. ഉടൻ എന്തെങ്കിലും പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ കുഴി റോഡിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി വ്യാപിക്കും. ആറ്റുകാൽ പൊങ്കാല കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ ഗതാഗതക്കുരുക്കിനും സാധ്യതയുണ്ട്. ഗ്യാസിൻ്റെ ഒരു ലൈൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഗ്യാസ് ലൈനിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കംപ്ലീറ്റ് ആയില്ല, അതുകൊണ്ട് അവർ നികത്തിയിട്ട് പോയതാണ് ഇവിടെ. ഇന്നൊരു 11 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ ഒരു നല്ലൊരു കുഴിയായി മാറി. പെട്ടെന്ന് ഒരു കാറ് വന്ന് ഇതിൻ്റെ അകത്തങ്ങ് വീഴുന്നുപോയി. പിന്നീട് ഞാൻ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് അവർ ക്രെയിന് കൊണ്ടുവന്നാണ് ആ കാറിനെ പൊക്കി മാറ്റിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ ചരിത്രപ്രസിദ്ധമായ മകം തൊഴലിന് തുടക്കമായി 2 മണി മുതൽ തുടങ്ങിയ ദർശനം രാത്രി 9:30 വരെ നീളും. 10,000-കണക്കിന് ഭക്തരാണ് മകം തൊഴാൻ ക്ഷേത്രത്തിൽ എത്തിയത്. കിരൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാവിലെ മുതൽ തന്നെ ആയിരക്കണക്കിന് ഭക്തരാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ മകം തൊഴുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9:30 വരെയാണ് ഈ മകം തൊഴൽ ചടങ്ങ് നടക്കുന്നത്. ഈ സമയത്ത് മകം തൊഴൽ ദർശനത്തിന് വേണ്ടി നട തുറന്നത് മുതൽ തന്നെ ആയിരക്കണക്കിന് ഭക്തർ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2.5 ലക്ഷത്തോളം ഭക്തർ ഇത്തവണ മകം തൊഴൽ നടത്തുമെന്നാണ് ദേവസ്വം ബോർഡ് കണക്കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ വിപുലമായിട്ടുള്ള ഒരു സജ്ജീകരണങ്ങൾ ഈ എത്തുന്ന ഭക്തർക്ക് സുഗമമായ ദർശനത്തിന് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത്തവണ ഈ VIP ദർശനം അടക്കം ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. അതായത് ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഭക്തർ അവർ ഇന്നലെ മുതൽ തന്നെ എത്തി ഇവിടെ കാത്തിരിക്കുന്ന ഭക്തരുണ്ട്. അത്തരത്തിലുള്ള ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താനും ഒപ്പം മറ്റ് വരുന്ന ആളുകൾക്കും സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള VVIP ദർശനങ്ങൾ അത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ എത്തുന്ന ഭക്തർക്കെല്ലാം കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണവും വെള്ളവും എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളും ഏതായാലും കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. 2.5 ലക്ഷത്തോളം ഭക്തർ ഇത്തവണ ദർശനം നടത്തുമെന്നാണ് കരുതുന്നത്. കൂടാതെ പ്രമുഖ വ്യക്തികളടക്കം ഇന്ന് ദർശനം നടത്തിയിരുന്നു. നടി ഉർവശി അടക്കമുള്ള ആളുകൾ ക്ഷേത്രത്തിലെത്തുകയും ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. രാത്രി 9:30 വരെയാണ് ഈ സമയം നിശ്ചയിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും 9:30-ക്ക് ശേഷം ഇവിടെ ദർശനത്തിന് എത്തുന്ന ഭക്തരുണ്ടെങ്കിൽ അവർക്ക് കൂടി ദർശനം കാണാനായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. സ്ത്രീജനങ്ങളാണ് കൂടുതലുമായിട്ട് ഈ ദിവസം ദർശനം നടത്തുന്നത്. വില്വാമംഗലം സ്വാമിക്ക് ദേവി ദർശനം നൽകിയതിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് തന്നെയാണ് ഈ മകം നാളിൽ ദർശനം നടത്തുന്നത്. ഏതായാലും വലിയൊരു ക്രമീകരണം തന്നെയാണ് ഇത്തവണ ചോറ്റാനിക്കര മകത്തോടനുബന്ധിച്ച് ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത്.